നമുക്ക് തുടങ്ങാം. അപ്പം അതിനു മുൻപായിട്ട് രേഖ നമ്മളുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. അതിനുശേഷം ശ്ലോകം ചൊല്ലിയിട്ട് അതുപോലെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ കേൾക്കാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം നേരുന്നു. ഓം ഗുരുഭ്യോ നമഃ. ഓം വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമ പൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നോരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നോരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഗുരുഭ്യോ നമഃ. ശ്ലോകം. ആനന്ദായാലുവാക്ഷേത്രക നിരുപമചിദ്രൂപകോ മേ അസ്തു ശംഭുശ്ചൂർണ്യാഹ്വാരുഹ്യമൂർധ്നോ യദയിഹ ഗലതി സ്വർധ്വനീ സ്പർധ്യനീവ സത്താസ്ഫൂർത്തിപ്രദത്വേന ഹി സമചിതിമത് പ്രാണനാഡിന്ധമോയ സർവാത്മാ ശങ്കരോയം സകല ദുരിതജാതം മമോന്മൂലയൻ പ്രാക്. ആനന്ദായ ആലുവാക്ഷേത്രക നിരുപമ ചിദ്രൂപകോ മേസ്തു ശംഭു ചൂർണ്യാഹ്വാ ആരുഹ്യ മൂർധനോ യത ഇഹ ഗളതി സ്വർധുനി സ്പർധിനീവ സത്താസ്ഫൂർത്തിപ്രദത്വേന ഹി സമചിതിമത് പ്രാണനാഡിം ധമോ യഃ സർവാത്മാ ശങ്കരോയം സകല ദുരിതജാതം മമ ഉന്മൂലയൻ പ്രാക്. ആദ്യം തന്നെ അതിന്റെ സന്ധിച്ഛേദം പദച്ഛേദം ഇങ്ങനെയാണ്. ആനന്ദായ ആലുവാക്ഷേത്രക നിരുപമ ചിദ്രൂപകഃ മേ അസ്തു ശംഭുഃ ചൂർണ്യാഹ്വാ ആരുഹ്യ മൂർധന യതഃ ഇഹ ഗളതി സ്വർധുനി സ്പർധിനി ഇവ സത്താസ്ഫൂർത്തിപ്രദത്വേന ഹി സമചിതിമത് പ്രാണനാഡിന്ധമോ നാഡിന്ധമഃ സമചിത് പ്രാണനാഡിന്ധമഃ യഹ സർവാത്മാ ശങ്കരഃ അയം സകല ദുരിതജാതം മമ ഉന്മൂലയൻ പ്രാക് എന്ന് സന്ധിച്ഛേദം. അതിലെ പ്രാർത്ഥന എന്താണ്? ശങ്കരഃ അയം അയം ശങ്കരഃ മമ ദുരിതജാതം ഉന്മൂലയൻ മേ ആനന്ദായ അസ്തു. സകല ദുരിതജാതം ഉന്മൂലയൻ ശങ്കരഃ. എങ്ങനെയുള്ള ശങ്കരനാണ്? അയം ശങ്കരഃ ആലുവാക്ഷേത്രക നിരുപമ ചിദ്രൂപകഃ. ആലുവാക്ഷേത്രക നിരുപമ ചിദ്രൂപകഃ. ആലുവ ക്ഷേത്രത്തിൽ ഗമിക്കുന്നവൻ. ആലുവ ക്ഷേത്രകഃ. ആലുവയിലെ ആലുവ എന്ന ക്ഷേത്രത്തിൽ ഗമിക്കുന്നവൻ. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ ക്ഷേത്രത്തിലും കുടികൊള്ളുന്നതായി പറയുന്ന ഈശ്വര സ്വരൂപം അവിടെ സവിശേഷ സാന്നിധ്യം കാണിക്കുന്നു, ഭക്തർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുന്നു എന്നാണ് അതിന് അർത്ഥം. അല്ലാതെ ഈശ്വരൻ എന്തല്ല ആലുവ ക്ഷേത്രത്തിൽ മാത്രം ഇരിക്കുന്നവനല്ല ശിവൻ. അപ്പൊ നമുക്ക് അറിയാം അതൊക്കെ. ശിവനെ നമ്മൾ ദിഗംബരൻ എന്നൊക്കെ പറയുമ്പോ എന്താണ്? ദിക്കുകളോളം വ്യാപിച്ചു നിൽക്കുന്ന സ്വരൂപമാണ്. ദിഗന്ധങ്ങൾ എന്ന് പറയുമ്പോ നമ്മുടെ സങ്കല്പത്തിന്റെ പാരമ്യമാണ് ഈ പ്രപഞ്ചം. എവിടെയാണ് അത് നിലകൊള്ളുന്നതെന്ന് ചോദിച്ചാൽ ദിക്കുകളുടെ അന്തങ്ങളിൽ.
അതെവിടെയാണെന്ന് നമുക്ക് വിഭാവനം ചെയ്യാൻ പോലും കഴിയുന്നില്ല. അപ്പൊ അതാണ് ആ ആ ദേവന്റെ അമ്പരം, വസ്ത്രം. അപ്പൊ എങ്ങനെയാണ്? അപ്പോ വസ്ത്രം ദേഹത്തിൽ ചേർന്നാണ് കിടക്കുന്നത് വസ്ത്രം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദിഗന്ധങ്ങളോളം വ്യാപിച്ചാണ് ആ ദേവന്റെ സ്ഥിതി എന്നാണ് അർത്ഥം. അപ്പൊ എങ്കിലും ആലുവ ക്ഷേത്രത്തിൽ സവിശേഷമായ സാന്നിധ്യത്തോട് കൂടി നിലകൊള്ളുന്ന ആ ദേവൻ, ആ ദേവന്റെ പേരിൽ തന്നെയാണ് ആ ക്ഷേത്രം അറിയപ്പെട്ടത്. പലയിടത്തും നമുക്ക് അത് അറിയാൻ പറ്റും അല്ലെ. ഇപ്പൊ ഗുരുവായൂർ, ഗുരുപവനപുരം അല്ലെ, ഗുരുവും ദേവഗുരുവായ ബൃഹസ്പതി, പിന്നെ പവനൻ വായു ഭഗവാൻ, ഈ രണ്ട് ദേവതകളും കൂടിയാണ് ഗുരുപവനപുരത്തിൽ ആ പ്രതിഷ്ഠ നടത്തിയത് എന്ന അർത്ഥത്തിലാണ് ഗുരുവായു ഊര്. ഗുരുവും ദേവഗുരുവും വായു ഭഗവാനും കൂടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ആയതുകൊണ്ട് നമ്മൾ അതിന് ഗുരുവായൂര് എന്ന് പറയുന്നു. ഇതുപോലെ തന്നെയാണ് ആലുവ എന്ന സ്ഥലത്തിന്റെ പേരും വന്നത് ഈ ദേവന്റെ സവിശേഷത കൊണ്ടാണ്. ആലം, ആലം എന്ന് പറഞ്ഞാല് വിഷം എന്നാണ് അർത്ഥം. വിഷം വായിൽ ഉൾക്കൊണ്ട ദേവനാണ്. വായിൽ വിഷം, വിഷത്തെ വായിൽ തന്റെ ഉള്ളിൽ ഒതുക്കി വെച്ച ദേവനാണ്. അപ്പൊ ആലം വായിലുള്ളവൻ, ആലവായൻ മാറിയിട്ടാണ് എന്തായി മാറിയത്? ആലുവ എന്നായിട്ട് മാറിയത്. അപ്പൊ ആ ദേവന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നതാണ് ആ ദേശം. അപ്പൊ ആ ദേവന്റെ സവിശേഷമായ സാന്നിധ്യം അവിടെ ഉണ്ട്. അപ്പോ എല്ലാ തിന്മയെയും ഒതുക്കി വെക്കുന്ന, നമുക്ക് ഈ ആലുവ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു വലിയ സച്ചിന്തയുണ്ട്, ഒരു നല്ല ചിന്ത. എന്താണ്? ആ ദേവൻ എന്ത് ചെയ്തു എന്നാണ്. അപ്പൊ അതാണ്, അതിനെക്കുറിച്ച് ഒരു ശ്ലോകം തന്നെ ഉണ്ട് ഈ ദേവൻ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച്. എന്താണ്? ഗുണദോഷവും ഗുണീ ഗൃണ്ണൻ ഇന്ദുക്ഷേടാവിവേശ്വര ശിരസാ ശ്ലാഘതേ പൂർവം പരം കണ്ഠേ നിയച്ഛതി. അപ്പോ ഗുണദോഷവും, ഇപ്പൊ ഗുണിയായ മനുഷ്യൻ ഗുണദോഷങ്ങളെ ഗ്രഹിക്കുന്നു. അതായത് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഗുണങ്ങളെയും കാണും, ദോഷങ്ങളെയും കാണും. അപ്പൊ ഒന്നും കണ്ടില്ലെന്ന് വെക്കല്ല, കാണണം. കണ്ടാൽ ഗുണദോഷവും ഗൃഹ്ണൻ, അതിനെ ഗ്രഹിച്ചുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ശിരസാ ശ്ലാഘതേ പൂർവം, ഗുണത്തെ ശിരസ് കൊണ്ട് ശ്ലാഘിക്കുക, ശിരസിലേറ്റി ശ്ലാഘിക്കുക. അതാണ് ശിവൻ ചെയ്തത് അല്ലെ. പാലാഴി മഥനം ചെയ്തപ്പോ അവിടുന്ന് ലഭിച്ച ഇന്ദുകല, ചന്ദ്രകല. ഇന്ദുകല എന്താണ്? അത് ഗുണമാണ് അല്ലെ. നയനാനന്ദകരമായിട്ടുള്ള, നയനാസേചനകമായിട്ടുള്ള, കുളിർമയേറിയ നിലാവിനെ പ്രദാനം ചെയ്യുന്ന ആ ഇന്ദുകല, അതിനെ ശിരസിലേറ്റി എല്ലാവർക്കും കാണാനായി ആ ഗുണത്തെ ശിരസിലേറ്റി. പരം കണ്ഠേ നിയച്ഛതി, ദോഷത്തെ എന്ത് ചെയ്തു? ദോഷമാണ് അവിടെ ഉണ്ടായ ആ ഗരളം. അപ്പോ അവിടെ ഉണ്ടായതായ ആ ഗരളം അത് എങ്ങനെയുള്ളതാണ്? അത് വലിയ അപകടകരമായിട്ടുള്ള, ആപത്കരമായിട്ടുള്ളതായ ഗരളമാണ്. അതിനെന്ത് ചെയ്യണം? അതിനെ കണ്ഠേ നിയച്ഛതി, തന്റെ ഉള്ളിൽ അതിനെ ഒതുക്കി വെച്ചു. കാരണം എന്താണ്? ആ കാളകൂടം ഭൂമിയിൽ വീണാൽ ഭൂമിക്ക് തന്നെ വിനാശകമായി തീരും. അതുകൊണ്ട് അതിനെ സൂക്ഷിച്ചവിടെ വെക്കുകയാണ് ചെയ്തത് ആലുവ. അപ്പോ അവിടെ, അപ്പൊ ആലം വായിൽ ഒതുക്കി വെച്ച ദേവൻ, വലിയ ഇക്കോളജിയും ഇതിലുണ്ട് അല്ലെ. നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നമുക്ക് അമൃതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും നമ്മളുടെ ദേവഭാവമാണ് നമ്മളെ ആ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് എന്ത് വേണ്ടി വരും? ആസുര ശക്തികളെ അവലംബിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ദേവന്മാരും അസുരന്മാരും ചേർന്ന് നടത്തുന്ന മഥനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ തന്നെ ഉത്കർഷത്തിലേക്ക് നയിച്ചിട്ടുള്ളത്, അഭിവൃദ്ധിയിലേക്ക് നയിച്ചിട്ടുള്ളത്. എന്താണ് നമ്മളിലെ ദൈവിക ഭാവം? എന്താണ് നമ്മളിലുള്ള ദേവഭാവം എന്ന് പറയുന്നത്? നമ്മുടെ ആ പ്രവൃത്യുന്മുഖത തന്നെയാണ്, പ്രവർത്തിക്കുവാനുള്ളതായ നമ്മുടെ അസന്നദ്ധത. ആസുരശക്തികൾ എന്താണ് അവിടെ? പലപ്പോഴും ഭൂമിക്ക് വിനാശകമായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്ന ആസുരശക്തികളുണ്ട്. ഇപ്പൊ നമ്മൾ വലിയ മെഷീനറികളെ ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുമ്പോൾ എന്തുണ്ട്? നല്ല തോതില്
മലിനീകരണം നടക്കുന്നുണ്ട്. നമ്മുടെ വാഹനങ്ങളുടെ ഉപയോഗം കൊണ്ട് തന്നെ വലിയ തോതിൽ മലിനീകരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, മിഷനറികൾ പ്രവർത്തിക്കുമ്പോൾ, അതിനുവേണ്ടി ഇന്ധനത്തിന് വേണ്ടി വലിയ തോതിലുള്ള കത്തിക്കലുകൾ നമ്മൾ നടത്തുമ്പോൾ, എണ്ണ കത്തിക്കുന്നു, അല്ലെങ്കിൽ കൽക്കരി കത്തിക്കുന്നു, പല വിധത്തിലുള്ള വിനാശക വസ്തുക്കൾ ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ദൈവിക ശക്തിയും ആസുര ശക്തിയും ആണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യണം? ലോകത്തിന് നന്മ വരുത്തുന്ന വിധത്തിലുള്ള നമ്മുടെ പ്രോഡക്റ്റുകൾ, ഉത്പന്നങ്ങള്, ആ ഉത്പന്നങ്ങളെ നാം സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ലോകത്തിന് വിനാശകമായിട്ടുള്ള, ഹസാഡസ് ആയിട്ടുള്ള എമിഷനുകൾ ഉണ്ടാകും. അതിനെന്ത് ചെയ്യണം? അതിനെ ഒതുക്കി വെക്കാൻ ഉള്ള സംവിധാനം നമുക്ക് ഉണ്ടാകണം. വിനാശകമായിട്ട് ഇപ്പൊ എന്താ പലരും ചെയ്യേണ്ടത്? എന്താണ്? അതിനെ നേരെ നദിയിലേക്ക് അങ്ങോട്ട് ഒഴുക്കി അങ്ങോട്ട് വിടും. എന്താവും സ്ഥിതി? എന്താണ് അല്ലെ? നമുക്കറിയാം, സമുദ്രത്തിൽ പോലും ചില സ്ഥലങ്ങളിൽ മത്സ്യങ്ങളില്ലാത്ത ഭാഗമുണ്ട്. ചാലിയാർ പുഴ സമുദ്രത്തിൽ ചെല്ലുന്ന ഭാഗത്ത് സമുദ്രത്തിൽ മീനില്ലെന്നാണ് പറയുന്നത്. അതായത് മീനുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ പുന്നൂർ ഭാഗത്ത് കല്ലടയാറും അങ്ങനെയാണെന്നാണ് കേൾക്കുന്നത്. അതിലെന്താണ്? മത്സ്യങ്ങളൊന്നുമില്ല. കാരണം ഒരു ഫാക്ടറി പ്രവർത്തിക്കുകയാണ്, അല്ലേ? പേപ്പർ മില്ലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ മാലിന്യങ്ങൾ ചെല്ലുന്നത് കൊണ്ടാണ് അതെന്തായിത്തീരുന്നത്? ജീവജാലങ്ങൾക്ക് നിവാസയോഗ്യമല്ലാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നത്. അപ്പൊ അവിടെയൊക്കെ നടക്കുന്നത് നമ്മുടെ നാടിന്, സമൂഹത്തിന് ആവശ്യമാണ് ഇതൊക്കെ. പേപ്പർ മില്ല് നമുക്ക് ആവശ്യമാണ്, പേപ്പർ നമുക്ക് ആവശ്യമാണ്. ഇനിയിപ്പോ കോഴിക്കോട്ടേക്ക് പോയ ഗോളർ റയൻസ്, അവിടെ അതെല്ലാം നമുക്ക് ആവശ്യമല്ലേ? ആവശ്യമാണ്. പക്ഷെ അതോടൊപ്പം അതിൽ നിന്നുണ്ടാകുന്ന വിനാശകരമായിട്ടുള്ള വസ്തുക്കളെ ഒതുക്കി വെക്കാൻ നമുക്ക് ആരാവശ്യമാണ്? നമുക്കൊരു മഹാദേവൻ ആവശ്യമാണ്. അതിനെ ഒതുക്കി വെക്കുന്ന ഒരു പ്രവണത, അതിനുള്ളതായ ശ്രമങ്ങൾ നമുക്ക് ആവശ്യമാണ്. വലിയ ഇക്കോളജിയും ഇതിനകത്തുണ്ട്. ആലുവ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ വ്യാവസായികമായി മുന്നോട്ട് പോയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ. അവിടെ തന്നെ ഈ ആലുവ നാഥന്റെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അതിൽ വലിയ ഒരു സാമൂഹ്യ ശാസ്ത്രവും വലിയ ഒരു പരിസ്ഥിതി ശാസ്ത്രവും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ആലുവ ക്ഷേത്രത്തിൽ ഗമിക്കുന്നവനായ ആലുവ ക്ഷേത്രഗഃ, ആ ക്ഷേത്രകമായിട്ട് നിരുപമ ചിദ്രൂപകഃ, ആ ദേവന്റെ രൂപം എന്താണ്? നിരുപമമായിട്ടുള്ള ചിത്തിന്റെ രൂപത്തോട് കൂടിയവൻ. നിരുപമ ചിദ്രൂപകഃ, ചിത്ത് തന്നെയാണ് എന്ന അർത്ഥത്തിൽ. രൂപകം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അലങ്കാരം ഓർമ്മ വരും നമുക്ക്. അതുപോലെ നമുക്ക് നമ്മുടെ ദശരൂപകങ്ങളും ഓർമ്മ വരും, അല്ലെ? നാടകം, പ്രകരണം, ബാണം, വ്യായൂകം, സമവകാരം, ഡിമം, ഈഹാമൃഗം, അംഗം, വീഥി, പ്രഹസനം എന്ന് പറയുന്ന 10 രൂപകങ്ങളുടെ നാടകം പോലെയാണ് ഇരിക്കുക. നാടകമാണ് അതിലെ പ്രധാനമായിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത എന്താണ്? രൂപകമാണ് അത്. രൂപകം എന്ന് പറയുമ്പോൾ രൂപകം എന്ന അലങ്കാരവും. രൂപകാലങ്കാരത്തിൽ എന്താണ് ഉള്ളത്? തദ്രൂപകം അഭേദോയ, ഉപമാന ഉപമേയങ്ങൾക്ക് അഭേദം കൽപ്പിക്കുന്ന രൂപകം. നാടകത്തിൽ എങ്ങനെയാണ് ഇത് കാണുന്നത്? നാടകത്തിലെ ഒരു അനുകാര്യനായ, നാം അനുകരിക്കേണ്ട ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തെ ഒരു സാധാരണ മനുഷ്യൻ അനുകരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അഭേദം ആരോപിക്കുന്നു അവരിൽ, അല്ലെ? ആ വേഷമിടുന്ന ഒരാള് നമ്മുടെ ഒരു കൂട്ടുകാരനാവും, നമ്മുടെ ഒരു ശങ്കരേട്ടനായിരിക്കും ദുഷ്യന്തന്റെ വേഷം ഇടുന്നത്. പക്ഷെ അവിടെ വരുമ്പോ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ദുഷ്യന്തന്റെ രൂപഭാവങ്ങളെല്ലാം തന്നിൽ ആരോപിക്കുന്നു. താൻ അഭേദമാണ്. താൻ ആരാണ്? താൻ ശങ്കരേട്ടനല്ല. ആരായിരിക്കുന്നു? ദുഷ്യന്തൻ തന്നെയായിരിക്കുന്നു. ഈ അഭേദാരോപം കഥാപാത്രങ്ങളിൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ രൂപകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരു രൂപകങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് നാടകമാണ്. നാടകം എന്നൊക്കെ പറഞ്ഞാൽ, അതിനെപ്പറ്റി ചിന്തനം ചെയ്താൽ അത് ട്രാജഡിയാണ്. പാശ്ചാത്യരുടെ ട്രാജഡിയാണ് നമ്മുടെ നാടകം എന്ന് പറയുന്നത്. കാരണം എന്താണ് ട്രാജഡി എന്ന് പറഞ്ഞാൽ? ട്രാജഡിക്ക് എന്തില്ല? ദുഃഖപര്യവസായിത്വം എന്നത് ട്രാജഡിയുടെ അവിഭാജ്യമായിട്ടുള്ള
ഘടകമല്ല. പിന്നീടാണ് ദുഃഖപര്യവസായി എന്ന ആ സങ്കേതം അതിന് വന്നു ചേർന്നത്. അപ്പൊ ട്രഗോയിഡിയ എന്നാണ് അതിന്റെ പേര്. അതിനർത്ഥം എന്താണ്? മേഷം എന്നാണ്, അല്ലെ? ആടാണ്. അപ്പൊ അതിന്റെ തൊലിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വേഷങ്ങൾ ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു പുരസ്കാരമായി നൽകിയിരുന്നു എന്നൊക്കെ അതിന്റെ ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്, പല ലക്ഷണങ്ങളും പറയുന്നു. അപ്പൊ തുടക്കത്തിൽ അത് വളരെ എന്താണ്? സാമാന്യ ദൈർഘ്യമേറിയ ഇതിവൃത്തവും ഗൗരവമാർന്ന എന്താണ്? ചിന്തയും പ്രദാനം ചെയ്തിരുന്നതാണ് ഈ ട്രാജഡികൾ. കോമഡി ആവുമ്പോ അത് മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കോമഡി ആയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇപ്പൊ ഷേക്സ്പിയറിന്റെ ഒക്കെ എടുത്തു നോക്കിയാൽ മച്ച് അഡോ അബൌട്ട് നത്തിങ്, ഇതൊക്കെ ഒരു കോമഡിയാണ്. അത് നമ്മൾ വായിക്കുമ്പോ അത് നമുക്ക് ചിരിക്കാനുള്ള വകയാണ് നൽകുന്നത്, അല്ലെ? വെരി ഹോട്ട് എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ്. നായകനും നായികയും കണ്ടാലത്തെ അവരുടെ ആ സംഭാഷണം എത്ര മനോഹരമാണ്, നമുക്ക് ചിരിക്കാനുള്ള വകയാണ് നൽകുന്നത്, അല്ലെ? നായകൻ നായികയെ വിളിക്കുന്ന പേരുകളൊക്കെ വളരെ പ്രധാനമാണ്, അല്ലെ? മിസ് ഡിസ്ഡെയിൻ, മിസ് ടങ്, എന്തൊക്കെ പേരുകളാണ് അവളെ വിളിക്കുന്നത്. മിസ് ടങ്, അത്രയ്ക്ക് നാവാണ് അവൾക്ക്, അതുകൊണ്ട് അവൾ അങ്ങനെ തന്നെ വിളിക്കുന്നുണ്ട്, മിസ് ടങ്, അല്ലെ? മിസ് ഡിസ്ഡെയിൻ, ഒരാളെ അവള് മാനിക്കുന്നില്ല, എല്ലാവരെയും അവള് അവജ്ഞയോട് കൂടിയേ കാണുള്ളൂ. അത് തന്നെ അവളുടെ പേരായിട്ട് അവളെ വിളിക്കുന്നു. അപ്പോ അവള് തിരിച്ചങ്ങോട്ടും എന്താണ്? ബ്രൊബാൻഡോ, എന്തൊക്കെ പേരുകളാണ് അവനെ വിളിക്കുന്നത്, അല്ലെ? അവനെ പറ്റി അന്വേഷിക്കുമ്പോ, അല്ലെ, അവന്റെ പേര് അവള് പറയുന്ന പേരൊന്നും പട്ടാള ഓഫീസർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവന്റെ പേര് ദർ ഇസ് നോ സച്ച് സോൾജർ, അല്ലെ? അങ്ങനെ സോൾജർ കൂടി ഇല്ല. എന്നാലും ഉണ്ട്, അവനെ അന്വേഷിക്കണം. കാരണം എന്താണ്? അവൻ യുദ്ധത്തിന് പോവാണ്. അവൻ യുദ്ധത്തിന് പോകുമ്പോ എന്റെ ഒരു പ്രതിജ്ഞയുണ്ട്, അപ്പൊ അതറിയണം. എന്താണ് പ്രതിജ്ഞ? എന്താണ്? അവന് യുദ്ധത്തിൽ എത്ര പേരെ കൊല്ലുന്നുവോ അത്രയും പേരെ ഞാൻ തിന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ കൊല്ലുന്നതൊക്കെ ഞാൻ തിന്നുകൊള്ളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലൊക്കെ എന്താണ്? അതിലൊക്കെ നമുക്ക് ഉല്ലസിക്കാനുള്ള വകകളാണ് തരുന്നത്. അപ്പൊ ഇതൊന്നും ഇതൊന്നും ഒരു ഗൗരവമാർന്ന കാര്യമല്ല. എന്നാലും അതിന്റെ ഉള്ളിൽ ഏറ്റവും അവസാനം ഒരു മെസ്സേജ് തരുന്നുമുണ്ട്. എന്താണ്? അല്ലെ? ഒരിക്കലും അവള് കല്യാണം കഴിക്കില്ല, ഒരാളെ വിവാഹം കഴിക്കില്ല, അങ്ങനെ വിവാഹം കഴിച്ച ഒരാളുടേതായി ഇരിക്കില്ല അവൾ, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് പരസ്പരം തല്ലുകൂട്ടങ്ങൾക്ക് ശേഷവും അവർ തീരുമാനിക്കുന്നത് എന്താണ്? ഹൗവർ ദി എർത്ത് മസ്റ്റ് ബി പീപ്പിൾഡ്, ദെൻ വൈ കാണ്ട് വി ഗെറ്റ് മാരീഡ്? എന്താണ്? ഈ ഭൂമിയിൽ ആളുകൾ ഉണ്ടാവണം, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വി ഷുഡ് ഗെറ്റ് മാരീഡ്. അപ്പോ ഇതൊക്കെയാണ്. അപ്പോ അവിടെ ഉല്ലാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. നേരെ മറിച്ച് നാടകങ്ങളിലേക്ക് വരുമ്പോ എന്താണ്? ഗൗരവമാർന്ന കാര്യങ്ങൾ. സംസ്കൃത നാടകങ്ങളൊക്കെ വരുമ്പോ എന്താണ്? അതിൽ ഗൗരവമാർന്ന വിഷയങ്ങളാണ് അതിലൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് സംസ്കൃത നാടകം എന്ന് പറയുമ്പോൾ പാശ്ചാത്യരുടെ ട്രാജഡിക്ക് തുല്യമാണ് എന്ന് പറയുന്നത്. അപ്പോ ട്രാജഡിക്ക് ഈ ദുഃഖപര്യവസായിത്വം എന്ന ലക്ഷണം പിന്നീട് വന്നു ചേർന്നതാണ് എന്ന് F.L. ലൂക്കോസ് അദ്ദേഹത്തിന്റെ ട്രാജഡി എന്ന ഗ്രന്ഥത്തില് സ്പഷ്ടമാക്കിയിട്ടുണ്ട്. അതിരിക്കട്ടെ. അപ്പോ ഇവിടെ ഈ രൂപകം എന്ന് പറയുന്നത് ആരോപമാണ്. അത് തന്നെ ആയിരിക്കുന്ന അവസ്ഥ, അതാണ് തദ്രൂപകം അഭേദോ യഹ എന്ന് പറയുന്നത്. അഭേദമാണ്. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? ആലുവ ക്ഷേത്രക നിരുപമ ചിദ്രൂപക. ആലുവ ക്ഷേത്രകമായിട്ടുള്ള, ആലുവ ക്ഷേത്രത്തിൽ ഗമിക്കുന്ന നിരുപമം. നിരുപമം എന്ന് പറഞ്ഞാൽ എന്താണ്? അൺപാരലൽ ആണ്, അല്ലെ? അതിന് സമാനമായി മറ്റൊന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള ചിത് രൂപക, ചിത്തിന്റെ തന്നെ രൂപത്തിൽ വർത്തിക്കുന്നവൻ എന്ന് പറഞ്ഞ ചിത്ത് തന്നെയാണ്. സത്ത്, ചിത്ത്, ആനന്ദം നമ്മൾ പറയും. ആ പരബ്രഹ്മം തന്നെയാണ് അത്. എന്തിനാണ് ആ പരബ്രഹ്മം ഇങ്ങനെ വിവിധ രൂപങ്ങളിൽ നമുക്ക് സങ്കല്പിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെ? ഇതൊന്നുമില്ലാത്ത, രൂപഭാവങ്ങളൊന്നുമില്ലാത്ത ഒരു രൂപത്തെ സങ്കല്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും പലപ്പോഴും നമുക്ക് സാധിക്കുകയില്ല, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഓരോ രൂപങ്ങളിൽ അതിനെ കാണുന്നു എന്നാണ് അർത്ഥം. നമ്മൾ ആദരിക്കേണ്ട വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭാവമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക, അല്ലെ? ഇപ്പൊ നമ്മുടെ മാതാപിതാക്കന്മാര് മരിച്ചു പോയിട്ടുള്ള ആളുകളുണ്ട്, ധാരാളം പേരുണ്ട്. അവരെങ്ങനെയാണ്? അച്ഛനെ ഓർക്കുമ്പോൾ, അമ്മയെ ഓർക്കുമ്പോൾ അവിടെ എന്താണ്? ഒരു പ്രത്യേക ഭാവമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്,
അല്ലാതെ അവരുടെ ആ ജീവിതത്തിന്റെ സാകല്യമല്ല. അത് അവർ ചിന്തിച്ചാൽ ചിലപ്പോൾ കിട്ടും. അപ്പോ ആ ഒരു സവിശേഷമായ രൂപം, അതുകൊണ്ടാണ് എന്താണ് മഹേശ്വരന്റെ രൂപത്തിലാണെങ്കിലും മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണെങ്കിലും ആ മഹാവിഷ്ണുവിന്റെ രൂപത്തിലേക്ക് വരുമ്പോൾ തന്നെ എന്താണ് കരാരവിന്ദേന പദാരവിന്ദം, മുഖാരവിന്ദത്തിൽ വിന്യസിക്കുന്ന ആ രൂപം അല്ലെ, കരം കൊണ്ട് കാൽവിരലിനെ വായിലേക്ക് കൊണ്ടുവരുന്ന ആ രൂപം, ആ ശിശുവിന്റെ ചെറിയ കുട്ടിയുടെ ആ രൂപം നമ്മുടെ ഉള്ളിലേക്ക് വരും. അതുപോലെ പരമേശ്വരനെ കുറിച്ച് ഓർക്കുമ്പോഴും സവിശേഷമായ ചില രൂപങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, അവർക്ക് ലഭിച്ചിട്ടുള്ള ഈശ്വരാനുഗ്രഹത്തിന്റെ വെളിച്ചത്തിൽ ഒക്കെ വിഭിന്ന രൂപങ്ങൾ ആയിരിക്കും. അപ്പോ അങ്ങനെ, എന്നാൽ അതെന്താണ്? അത് യഥാർത്ഥത്തിൽ സത്തു തന്നെയായ ചിത്തു തന്നെയാണ്. ആ ചിത്തിനോട്, സത്തിനോട് അഭേദമായി വർത്തിക്കുന്ന സവിശേഷമായ സാന്നിധ്യത്തോടെ ആലുവ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നവനായ, സാന്നിധ്യമായി വർത്തിക്കുന്നവനായ ആ പരമേശ്വരൻ. ഇനി ആ പരമേശ്വരന്റെ എന്താണ് സന്നിധിയിലൂടെ ഒരു നദിയും അവിടെ ഒഴുകുന്നുണ്ട്, പെരിയാർ അതിലൂടെ ഒഴുകുന്നുണ്ട്. ആ നദി എന്താണെന്ന് പറയുന്നു. അപ്പൊ ഇത് ശ്രീ പരമേശ്വരനാണെങ്കിൽ, സാക്ഷാത് ഗംഗാധരനായ ഈശ്വരനാണെങ്കിൽ ഈ നദി ഏതാണ്? ആ നദി, അപ്പോ അദ്ദേഹം അതിനെക്കുറിച്ച് പറയാണ്, ഈ നദി ഇത് ഇന്നതായിരിക്കണം. ഈ നദി ഏതായിരിക്കണം? ചൂർണ്യാഹ്വ നദി. ചൂർണി എന്ന ആഹ്വ, ആഹ്വ എന്ന് പറഞ്ഞാൽ ആഹ്വാനം, പേര്. ചൂർണ്യാഹ്വ നദി. സ്വർദ്ധിനി സ്വർദ്ധിനി സ്പർദ്ധിനി ഇവ. സ്വർദ്ധിനി സ്പർദ്ധിനി, സ്വർദ്ധിനി, സ്വർദ്ധിനി സ്വർനദി, സ്വർനദി അതായത് ഗംഗ. ഗംഗാ നദിയോട് സ്പർദ്ധിനി ഇവ, സ്പർദ്ധിക്കുന്നവളോ എന്ന് തോന്നുമാറ്. ഈ നദിക്ക് ഒരു ചിന്ത എന്താണ്? ഈ ഗംഗാ നദി എത്രയോ ഭാഗ്യവതിയാണ്. അത് ശ്രീ പരമേശ്വരന്റെ ശിരസിൽ ജടാജൂടത്തിൽ, ജടാകലാപത്തിൽ അവൾക്ക് സ്ഥാനം ലഭിച്ചിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അതിനു മുൻപേ തന്നെ സ്വർദ്ധിനി ശിവന്റെ ജടയിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ, എപ്പോഴാണ് സ്വർണതി ശിവന്റെ ജടയിലേക്ക് വന്നത്? ഭഗീരഥന്റെ തപസ്സിന് ശേഷമാണ്. അതിന് മുൻപേ തന്നെ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഈ ഗംഗയ്ക്ക് ശിവന്റെ ജടയിൽ സ്ഥാനം ലഭിക്കും എന്ന് മനസ്സിലാക്കി അതിനോട് സ്പർദ്ധ പൂണ്ടിട്ട് അവളെക്കാൾ മുൻപ് തനിക്ക് അവിടെ സ്ഥാനം പിടിക്കണം എന്നുള്ള ചിന്തയോടുകൂടി പ്രാക്ക് ആരുഹ്യ, പ്രാക്ക്, പ്രാക്ക് എന്ന് പറഞ്ഞാൽ മുൻപ് തന്നെ ആരുഹ്യ, ആരോഹണം ചെയ്തിട്ട്. എവിടെ ആരോഹണം ചെയ്തിട്ട്? ആദ്യമേ തന്നെ ഗംഗ വരുന്നതിന് മുൻപേ തന്നെ ഈ നദി പെരിയാർ എന്ത് ചെയ്തു? ശിവന്റെ ജടയിൽ ആരുഹ്യ, ആരോഹണം ചെയ്തിട്ട് യഥഹ, യാതൊന്നിൽ നിന്നാണ്, യാതൊരു സ്ഥാനത്ത് നിന്നാണോ, ശിവന്റെ ജടയാകുന്ന ആ സ്ഥാനത്ത് നിന്നാണോ മൂർധാവിൽ നിന്ന് ഇഹ ഗളതി, ഇഹ എവിടെയാണ്? ആലുവ ദേശത്ത്. ഇഹ ഗളതി, ഇവിടെ പ്രവഹിക്കുന്നത് പോലെ തോന്നുന്നത്. അപ്പോൾ ഉത്പ്രേക്ഷിക്കുകയാണ്. ഗംഗ ശിവന്റെ ജടാകലാപത്തിൽ സ്ഥാനം പിടിക്കുന്നതിന് മുൻപേ തന്നെ തനിക്കവിടെ കയറണം എന്നുള്ള ഒരു ബോധത്തോടെ ആദ്യമായി ശിവന്റെ ജടയിൽ കയറി അവിടെ നിന്നിറങ്ങി ഈ സ്ഥാനത്ത് കൂടെ പ്രവഹിക്കുന്നുവോ എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഈ പെരിയാറ് ഇവിടെ പ്രവഹിക്കുന്നതായി തോന്നുന്നത്. ആ നദി, അപ്പൊ അങ്ങനെയുള്ള ആ ദേവൻ ഈ പെരിയാറിന് ആദ്യം തന്റെ ജടാകലാപത്തിൽ സ്ഥാനം നൽകിയോ എന്ന് തോന്നുമാറുള്ള ആ ദേവൻ യഹ സത്താസ്ഫൂർത്തിപ്രദത്വേനഹി, സത്താസ്ഫൂർത്തിപ്രദത്വേനയാണ് വർത്തിക്കുന്നത്. സത്തയുടെ സ്ഫൂർത്തി, സ്ഫൂർത്തി എന്ന് പറഞ്ഞാൽ പരിസ്ഫുരണം, സ്ഫുരണമാണ് സ്ഫൂർത്തി. അപ്പോ സത്തയുടെ സ്ഫുരണം അതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. നാം ധ്യാനിക്കുമ്പോൾ
സത്തയുടെ പരമമായ സത്ത, പരബ്രഹ്മം, അതിന്റെ സ്ഫുരണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. അപ്പോ ഏകാഗ്രചിത്തനായിട്ട് വ്രതനിഷ്ഠയുള്ള ഒരാൾ ഏകാഗ്രചിത്തനായി ധ്യാനിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? പരബ്രഹ്മത്തിന്റെ സ്വരൂപം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് സ്ഫുരിക്കുന്നു. ആ സ്ഫുരണം അങ്ങനെ നിൽക്കുകയല്ല, അതൊരു സ്പാർക്ലിംഗ് നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ടില്ല, ഇങ്ങനെ ചിതറി ചിതറി വരുന്നതായ ആ ചിന്ത, ആ പ്രതീതി ഉണ്ടാകുകയാണ്. അതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജയൊക്കെ ചെയ്യുമ്പോൾ നടക്കുന്നതാണ്. നമ്മളിൽ തന്നെയുള്ള നമ്മുടെ കുണ്ടലിനിയിൽ അന്തർലീനമായിരിക്കുന്ന ആ ചൈതന്യത്തെ നമ്മൾ ഉണർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പൊ നമ്മള് ആരതി ഒഴിയുന്ന സമയത്ത്, ദീപാരാധനയിലൊക്കെ എന്താണ് നമ്മള് ആ വിളക്ക് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒഴിയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മളിലെ ആ ചൈതന്യത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ എന്താണ് നമ്മളിൽ തന്നെ കുടികൊള്ളുക, അതിനെ അനുഭൂതി വിശേഷമായി തീരുന്ന എപ്പോഴാണ്? അതിനെ സഹസ്രാരത്തിലേക്ക് എത്തിക്കുമ്പോഴാണ്. അപ്പൊ അവിടെ അത് വലിയ വ്രതനിഷ്ഠ ആവശ്യമാണ് അതിന്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുമ്പോൾ എങ്ങനെയുള്ള പൂജാകാരികൾ വേണം, പൂജാകാരികളായിരിക്കണം, പൂജ ചെയ്യുന്നവരായിരിക്കണം അവര്. അതിനൊരു വ്രതനിഷ്ഠയുണ്ട്, ജീവിത വിശുദ്ധി അതിനാവശ്യമാണ്. അപ്പോൾ മാത്രമാണ് ആ ചൈതന്യം അവിടെ സ്ഫുരിക്കുന്നത്. ആ ഉണരുന്ന ചൈതന്യത്തെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ബിംബത്തിലേക്ക് പകർന്ന് കൊടുക്കുന്നത്. ശരിക്കും ഓരോ പൂജയും ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എന്താണ്? ദേവചൈതന്യത്തെ നമ്മൾ ആ ബിംബത്തിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ബിംബം എന്തായിട്ട് തോന്നുന്നത്? കൂടുതൽ കൂടുതൽ ചൈതന്യവത്തായിട്ട് തീരുന്നത്. ഓരോ ദിവസവും ചെല്ലും തോറും, ഓരോ തവണയും നമ്മൾ അതിലേക്ക് ചൈതന്യം പകരുമ്പോൾ അത് കൂടുതൽ ചൈതന്യവത്തായിട്ട് മാറുകയാണ് അത് ചെയ്യുന്നത്. അപ്പൊ സത്തയുടെ സ്ഫുരണം പ്രദാനം ചെയ്യുന്ന ആ ദേവനാണ്. സത്താ സ്ഫൂർത്തി പ്രദത്വേന, സത്തയുടെ സ്ഫുരണം പ്രദാനം ചെയ്യുന്നതിലൂടെ ആ സ്ഫുരണം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെയാണ് ആ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ സ്ഫുരണം പെട്ടെന്നാണ് ആ ദേവസ്വരൂപം നമ്മുടെ ഉള്ളിൽ എന്തായി തീരുന്നത്? സ്ഫുരിക്കുന്നത്. അങ്ങനെയുണ്ട്. അതൊരു വലിയ നിർവൃതിയാണ്, വലിയൊരു നിർവൃതി. അക്ഷാർത്ഥത്തിൽ തന്നെ നിർവൃതിയാണ്. നിർവൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവൃതിയുടെ വിപരീതമാണ് ഈ നിർവൃതി എന്ന് പറയുന്നത്. ആവൃതി, ആവരണം ചെയ്യല്, ആ ആവരണം മാറുന്ന അവസ്ഥയാണ് നിർവൃതി എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ മാനുഷികമായ ഒരു പരിമിതിയുണ്ട്, അത് നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈശ്വര ചൈതന്യത്തിന്റെ പ്രതിഭാനം എപ്പോഴും ഇല്ലാതിരിക്കുന്നത്. ഏകാഗ്രചിത്തരായി നാം അതിനെ ധ്യാനിക്കുമ്പോൾ പെട്ടെന്ന് എന്തുണ്ടാകുന്നു? നമ്മളിലെ ആ മാനുഷികമായ ആവൃത്തി മാറുമ്പോൾ ആ പരമാത്മ ചൈതന്യം നമുക്ക് സാക്ഷാത്കൃതമാകുന്നു. അതാണ് നിർവൃതി എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ സന്തോഷത്തെ വരെ നമ്മൾ നിർവൃതി എന്ന് പറയാറുണ്ട്. ചെറിയ സന്തോഷങ്ങളൊന്നും നിർവൃതികളല്ല. ഈ നിർവൃതി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മാനുഷികമായിട്ടുള്ള ആ ആവൃത്തി മാറി പരമാത്മ ചൈതന്യം നമുക്ക് അനുഭവവേദ്യമായി തീരുന്ന സമയമാണത്. അപ്പോൾ അതിലെന്തുണ്ട്? അത് നൈമിഷികമാണ്, പെട്ടെന്ന് തന്നെ അത് മാറും. നമ്മൾ വീണ്ടും എന്താണ്? നമ്മുടെ ആ മാനുഷികതയിലേക്ക് തന്നെ നമ്മൾ പോകും. നമ്മൾ പലപ്പോഴും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിലുള്ള പല ദുർഗുണങ്ങളുമുണ്ട്, ഈ ദുർഗുണങ്ങളെ മാറ്റിയാൽ നമ്മൾ നല്ല മനുഷ്യരായിത്തീരും, നമുക്ക് നല്ല ബോധ്യം വരും. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. നമുക്കറിയാം നമ്മളുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ശീലങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ദ ട്രെയ്റ്റ്സ്, അല്ലെ? നമ്മുടെ ഓരോ ട്രെയ്റ്റ്സ് അതിന്റെ എന്താണ്? സം ടോട്ടലാണ് നമ്മുടെ സ്വഭാവം. അപ്പൊ അതിലുള്ള ചില ദുർഗുണങ്ങൾ ഉണ്ടാവും. ഒരു ദുർഗുണത്തെ മാറ്റുക, ഒരു ദിവസം അല്ലെ കുറച്ച് ദിവസം കൊണ്ട് ഒരു ദുർഗുണത്തെ മാറ്റുക, പ്രതിജ്ഞ എടുക്കുക, ഇന്ന് മുതൽ ഞാൻ ഇന്ന ശീലം ഞാൻ ഇനി കാണിക്കില്ല. ഞാൻ ഇപ്പൊ ചില എന്ത് സാഹചര്യം വന്നാലും ഉടനെ തന്നെ ഒരു ചീത്ത വാക്ക് പറയാം. ശരി, ഇനി ഞാനത് പറയില്ല. മനഃപൂർവ്വം നമ്മള് ശ്രദ്ധയോടുകൂടി മാറ്റിയാൽ കുറച്ച് ദിവസം കൊണ്ട് ആ ഒരു ശീലം മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു ദുർഗുണം, ഇനി എന്താണ് എനിക്കുള്ള ദുർഗുണം? എന്താണ്?
ദേവന്മാരും അസുരന്മാരും മനുഷ്യനും ചിന്തിച്ചതുപോലെ, പ്രജാപതിയെ കാണാൻ പോയപ്പോ ചിന്തിച്ചതുപോലെ പ്രജാപതി എല്ലാവർക്കും ഒറ്റ ഉപദേശമാണ് കൊടുത്തത്, ദാ എന്ന് മാത്രമാണ് കൊടുത്തത്, ദാ. അപ്പൊ എന്തായി? മനുഷ്യൻ ചോദിച്ചു, എന്താണ് എന്നോട് ദാ എന്ന് പറഞ്ഞത്? കുറെ ചിന്തിച്ചു കഴിഞ്ഞപ്പോ മനുഷ്യന് മനസ്സിലായി, എനിക്ക് എല്ലാം ഇങ്ങോട്ട് മേടിക്കുന്ന ശീലമുള്ളൂ, അങ്ങോട്ട് കൊടുക്കുന്ന ശീലമില്ല, ഒന്നും കൊടുക്കില്ല. അതുകൊണ്ട് ദത്ത എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് മനുഷ്യൻ ചിന്തിച്ച് ബോധ്യപ്പെട്ടതാ. ദത്ത, നൽകുക, ദാനശീലം ഉണ്ടാകട്ടെ. അസുരന്മാർ ചിന്തിച്ചു, ഞങ്ങളോട് എന്താണ് ദ എന്ന് പറഞ്ഞത്? ചിന്തിച്ച് അവർക്ക് മനസ്സിലായി, ദയധ്വം എന്നാണ്. നമുക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ട് അസുരന്മാർക്ക്, പക്ഷെ ദയ എന്ന് പറയുന്നത് ഇല്ല. അതുകൊണ്ട് എന്ത് വേണം? ദയധ്വം, ദയ ഉണ്ടാകണം. ഇതാണ് നമുക്ക് കിട്ടിയ ഗുണം, നമുക്ക് കിട്ടിയ ഉപദേശം എന്നവർ മനസ്സിലാക്കി. പിന്നെ എന്താണ്? ദാമ്യത. ദേവന്മാര് വിചാരിച്ചു, നമ്മളോട് എന്താണ് ദാ എന്ന് പറഞ്ഞത്? ശരിയാ, നമുക്ക് എപ്പോഴും എന്താണ്? നമുക്ക് ഒരിക്കലും ഒരു അടക്കമില്ല. നമുക്ക് എന്താഗ്രഹിച്ചോ അത് ഉടനെ കിട്ടണം. അതിന് ആരെ വേണമെങ്കിലും പോയി കാണും. ബ്രഹ്മാവിനെയോ വിഷ്ണുവിനെയോ മഹേശ്വരനെയോ ആരെ വേണമെങ്കിലും അപ്പപ്പം പോയി കാണും. എന്നിട്ട് എന്താണ്? ആഗ്രഹിച്ചത് മുഴുവൻ എന്താണ്? സ്വന്തമാക്കുക എന്നുള്ളതാണ്. അല്ലാതെ എനിക്കത് വേണ്ട, എന്നെക്കാൾ എത്രയോ കഷ്ടപ്പെടുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് വേണ്ട, ഇങ്ങനെ ഒരു ആഗ്രഹം കൂടെ അതെനിക്ക് വേണ്ട എന്നങ്ങോട്ട് വെക്കുക, അല്ലേ? എത്രയോ കുട്ടികൾ അന്നത്തിന് വേണ്ടി വിഷമിക്കുന്ന ഒരു ഭൂമിയാണിത്. അതുകൊണ്ട് ഞാൻ എന്റെ അന്നത്തിനായി ഞാൻ എന്ത് വേണ്ട, 100 പേരുടെ അന്നം ഞാൻ ഒരു സമയത്ത് കഴിക്കുകയില്ല എന്നങ്ങോട്ട് നിശ്ചയിച്ചാൽ എന്താണ്? നമ്മളൊരു മിതത്വത്തിലേക്ക് വരും. 100 പേരുടെ അന്നം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു നേരത്തെ ഒരു അന്നത്തിന് ഒരു 50 രൂപ നമുക്ക് മതി, അല്ലേ? അതിൽ കൂടിയ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ 500 രൂപയുടെ അന്നം ഒരു നേരം കഴിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ 10 പേരുടെ ഭക്ഷണമാണ് ഞാൻ കഴിച്ചത്, 10 അന്നമാണ് കഴിച്ചത്. അത് വേണ്ട, അത് ഞാൻ കുറയ്ക്കും, അന്നത്തിലെ ആർഭാടം ഞാൻ കുറയ്ക്കും എന്ന് നിശ്ചയിച്ചാൽ എന്തായി? ഒരു ഗുണവും കൂടെ കുറഞ്ഞു. അപ്പൊ ദേവന്മാർക്ക് മനസ്സിലായി, ഈ മിതത്വമാണ് നമ്മളോട് പറയുന്നത്. എന്താണ്? ദമനം ചെയ്യുക, ദാമ്യത. ദാമ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ദമനം ചെയ്യുക, അടക്കം ചെയ്യുക. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ നമ്മളിൽ നിന്ന് മാറണം. പക്ഷെ ഇത് കുറച്ചു നേരത്തേക്ക് നമ്മൾ തോന്നുകയും പിന്നെ എന്താണ്? വീണ്ടും നമ്മളിൽ ആ ആസുരഭാവങ്ങൾ തന്നെ വന്നു ചേരുകയും ചെയ്യും. ഇതാണ് ഒരു സ്ഫുരണമാണ് അവിടെ ഉണ്ടാകുന്നത്. ആ സ്ഫുരണം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു? വലിയതായ ആനന്ദം നമുക്ക് ഉണ്ടാകുന്നു. ആ അനുഭവം ഉണ്ടായപ്പോഴാണ് മേൽപ്പത്തൂർ ഉറക്കെ ഉദ്ഘോഷിച്ചത്. എന്താണ് മേൽപ്പത്തൂർ ഉദ്ഘോഷിച്ചത്? അഗ്രേ പശ്യാമി തേജോ നിപിടതരകളായാവലി ലോഭനീയം. ഈ ഒരു അഗ്രേ ദർശനം ഓരോ പൂജയിലും യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ ഈശ്വര സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മളിലെ ചൈതന്യത്തെ അതിനഭിമുഖമാക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഭൂതി പെട്ടെന്ന് തന്നെ ഉളവാകുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല പൂജാകാരികളെ കണ്ടാൽ നമുക്കറിയാം അവരിലൊരു പ്രത്യേകമായ ശോഭ, ഒരു പ്രത്യേകമായ ചൈതന്യം അവരിലുള്ളതായിട്ട് നമുക്ക് അറിയാം. അതിങ്ങനെ ഉണർത്തുന്നത് കൊണ്ടാണത്. അത് അങ്ങനെയുള്ള എന്ത് വേണം? അതിനനുസൃതമായിട്ടുള്ള ജീവിത വിശുദ്ധിയും കൂടെ അതിന് ഉണ്ടാകണം. അല്ലാതെ നിയമം നോക്കിയിട്ട് ഇന്നത്തെ കാലം വളരെ മോശമായിരിക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ എന്നോട് ഒരിക്കൽ ഒരു ക്ഷേത്രത്തിലെ ഒരു ആരോപണത്തെ അന്വേഷിക്കാൻ നിയമിച്ച ഒരു തിരുമേനി പറയുകയുണ്ടായി. ഒരു ക്ഷേത്രത്തിലെ പോയപ്പോ, ഒരു പ്രഭാഷണത്തിന് പോയപ്പോ ആ തിരുമേനി അവിടെ നേരത്തെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു, ഒരു പരാതി. ഒരു ക്ഷേത്രത്തിലെ ഒക്കെ സർക്കാരാണല്ലോ നിയമനം. അപ്പൊ അങ്ങനെ ഒരു പൂജാക്കാരി പൂജ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അദ്ദേഹം മത്സ്യ മാർക്കറ്റിൽ കയറി മത്സ്യം വാങ്ങുന്നു. അദ്ദേഹം മദ്യവും വാങ്ങിപ്പോകുന്നു. ഇതാണ് ജനങ്ങൾക്ക് വല്ലാത്ത വിഷമത്തോടു കൂടി പരാതി കൊടുത്തു. അദ്ദേഹത്തെ ഒരു അന്വേഷണ കമ്മീഷനായിട്ട് വെച്ചു. അദ്ദേഹം വിചാരിച്ചത് എന്താണ്? ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം ഒരു അപ്പോളജറ്റിക് ആയിരിക്കും. അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ചില ശീലങ്ങളെ മാറ്റാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് മാറ്റിക്കൊള്ളാം എന്നെങ്കിലും പറയുന്നതാണ് വിചാരിച്ചത്. അന്വേഷണ കമ്മീഷൻ ചെന്ന് ചോദ്യം ചെയ്തപ്പോ അദ്ദേഹം കൈയും കെട്ടിക്കൊണ്ട് അങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിലേക്ക് വരുമ്പോ കുടിക്കുന്നില്ല, പോകുമ്പോഴാണ് കുടിക്കുന്നത്. മത്സ്യവും അങ്ങനെ തന്നെ ഞാൻ വാങ്ങുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, അങ്ങേക്ക് എന്ത് നടപടി എടുക്കാൻ വെച്ചാൽ എടുത്തോളൂ എന്നാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, എവിടെ വലിയ മനോവേദനയോട് കൂടിയിട്ട് ഈ അന്വേഷിക്കാൻ പോയ ആൾക്കുണ്ടായ മനോവേദന
ആർക്കുണ്ടായില്ല? അന്വേഷണ വിധേയനായിട്ടുള്ള ആൾക്ക് ഉണ്ടായില്ല. വെറും ഒരു ട്രാൻസ്ഫറിലൂടെ എല്ലാ നടപടിയും അവസാനിച്ചു. പിന്നെയും ഉണ്ടാകാൻ പോകുന്ന അപ്പൊ അതിലൂടെ എന്തുണ്ടാകാനില്ല? അങ്ങനെ ഒരു പൂജയിലൂടെ ഒരിക്കലും ഇങ്ങനെ ഒരു നിർവൃത്തി ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു പൂജയിലൂടെ ആ ബിംബത്തിനും അങ്ങനെ ഒരു ചൈതന്യം ഉണ്ടാകില്ല. അവിടെയുള്ള ആളുകൾക്കും അങ്ങനെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ല. പിന്നെ ആളുകളുടെ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് എന്തെങ്കിലും ശാന്തി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമേ അതിൽ ഗുണമായിട്ട് ഉള്ളൂ. അപ്പോൾ ഇവിടെ ചിത്തിന്റെ സ്ഫുരണം പ്രദാനം ചെയ്യുന്ന ആ ദേവൻ എന്നർത്ഥം. ആ ദേവനെ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? സാക്ഷാത് പരബ്രഹ്മത്തിന്റെ സ്ഫുരണം മനസ്സിൽ ഉണ്ടാക്കുന്നതിന് പര്യാപ്തമായ വിധത്തിൽ അവിടെ വർത്തിക്കുന്നവനായ ആ ദേവൻ. അപ്പൊ സത്തയുടെ സ്ഫുരണത്തിന്റെ പ്രധാനത്തിലൂടെ സമചിതിമത് പ്രാണനാഡിം ധമഹ, സമചിതിമത് സമമായിട്ടുള്ള ചിതിയോട് കൂടിയതായ സമമായിട്ടുള്ള ചിതി സമത്വം, ആ ദേവനുമായിട്ടുള്ള സമഭാവത്തിന്റെ എന്താണ് ആ സ്ഫുരണം, അതോടുകൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ചിതിമത് പ്രാണധമഹ, പ്രാണനാഡിം ധമഹ, പ്രാണനാഡിയെ ധമം എന്ന് പറഞ്ഞാൽ എന്താണ്? ധമനം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ പ്രേരിപ്പിക്കുക എന്നർത്ഥം. അപ്പൊ നമ്മൾ ശംഖനെ ഊതുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിനെ ദമനമല്ല ധമ് എന്നാണ്. അപ്പൊ അതിനെ പ്രേരിപ്പിക്കുന്ന, പ്രാണനാഡിയെ ഉദ്ദീപ്തമാക്കുന്ന, പ്രാണനാഡിയെ ഉണർത്തുന്നതായിട്ടുള്ള ആ ദേവൻ, പ്രാണനാഡിയെ ഉദ്ദീപ്തമാക്കുന്ന ആ ദേവൻ. ഇതിലൂടെ സത്തയുടെ സ്ഫുരണത്തെ നൽകിക്കൊണ്ട് പ്രാണനാഡിയെ എന്താണ് ഉദ്ദീപിപ്പിക്കുന്ന ആ ദേവൻ. സർവാത്മാ, അതാരാണ്? ആ ദേവൻ സർവാത്മാവാണ്, സർവത്തിനും ആത്മാവായി വർത്തിക്കുന്നതാണ്, പരബ്രഹ്മം തന്നെയാണ് എന്നർത്ഥം. അയം ശംകരഹ, അങ്ങനെയുള്ള ആ ശംകരൻ. ശം എന്ന് പറഞ്ഞാൽ എന്താണ്? ശമ്, സുഖം, മംഗളം, മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനായ ആ ദേവൻ. മമ സകല ദുരിതജാതം ഉന്മൂലയൻ, ആ ദേവൻ എന്റെ എല്ലാ ദുരിതജാതങ്ങളെയും ഉന്മൂലയൻ ആണ്, ഉന്മൂലനം ചെയ്യുന്നവനാണ്. ഉന്മൂലനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രൂട്ടിങ്, അല്ലെ? പറിച്ചെടുക്കുക, ദുരിതജാലങ്ങളെ പറിച്ചെടുക്കുക, നമ്മളിലുള്ള ദുരിതങ്ങളെ മുഴുവൻ നീക്കി കളയുക, ഉന്മൂലനം ചെയ്യുന്നവനായ ആ ദേവൻ, അഥവാ ഉന്മൂലനം ചെയ്തുകൊണ്ട് എന്നർത്ഥം. ഉന്മൂലയൻ, ഉന്മൂലൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രസന്റ് പാർട്ടിസിപ്പിയൽ ഫോമാണ്. ഉന്മൂലനം ചെയ്തുകൊണ്ട് എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ എഴുതുന്ന ING ഫോം, ING ഫോം എല്ലാ ING ഫോമും അല്ല. ING ഫോം സാധാരണ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് മാത്രമല്ല, വെർബൽ നൗണിനെയും ഉപയോഗിക്കുമല്ലോ. ഉന്മൂലയൻ, അപ്രൂട്ടിങ് എന്നർത്ഥം. അതിന് ഉന്മൂലനം ചെയ്തുകൊണ്ട് എന്നർത്ഥത്തിലും വരുമല്ലോ. ഉന്മൂലനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുന്നവൻ ആയ ദേവൻ, രണ്ടർത്ഥത്തിലും വരും. അപ്പോ ഇംഗ്ലീഷിലുള്ള കൃത്യമായിട്ട് ING ഫോമാണ്. ഉന്മൂലനം ചെയ്തുകൊണ്ട്, എന്താണ്? അപ്രൂട്ടിങ് ഓൾ ദി ഈവിൾസ് വിതിൻ മീ, എന്നിലുള്ളതായ എല്ലാ ഈവിളുകളെയും ഉന്മൂലനം ചെയ്തിട്ട്, പറിച്ചെടുത്തിട്ട് എന്നും വരും. അല്ലെങ്കിൽ അതിനെ ചെയ്യുന്നവൻ ആയിട്ട്, ഉന്മൂലനം ചെയ്യുന്നവൻ ആയിട്ട്, എന്നിലുള്ള എല്ലാ ദുരിതങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നവനായിട്ട് മേ ആനന്ദായ അസ്തു, എനിക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നതിന് കാരണമായി തീരട്ടെ. അപ്പൊ എന്താണ് ഈ ദുരിതജാലം എന്ന് പറയുന്നത്? ദുരിതങ്ങളുടെ ജാലം, ദുരിതങ്ങളുടെ കൂട്ടം. പല വിധത്തിലുള്ളതായ ദുരിതങ്ങൾ നമ്മളിൽ ഉണ്ട്. ആ ദുരിതങ്ങളെയെല്ലാം എന്ത് ചെയ്യുന്നവനാകണം? ഉന്മൂലനം ചെയ്യുന്നവൻ ആയിട്ട്, ഉന്മൂലനം ചെയ്തുകൊണ്ട്. അപ്പൊ നമ്മളിലുള്ള ദുഃഖങ്ങളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യട്ടെ എന്ന് ഒരർത്ഥം. വേറെ ഒരർത്ഥം, ഈ ദുരിതം എന്നുള്ള പദം നമ്മൾ വിചാരിച്ചതിനും അപ്പുറമാണ് അതിന്റെ അർത്ഥം, അല്ലേ? ഈ ദുരിതം എന്നുള്ള പദം നമ്മൾ സാധാരണയായിട്ട് രണ്ട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പുണ്യ മന്ത്രങ്ങളിൽ, ഇതമാപ പ്രവഹത
യത് കിം ച ദുരിതം മയി യദ്വാഹമഭിദുദ്രോഹ യദ്വാശേപ ഉദാനൃതം എന്ന് ഒരിടത്ത് വന്നു. അത് പുണ്യാഹം ഉണ്ടാക്കുന്നിടത്താണ്. അപ്പൊ ഇതും ആപഹ പ്രവഹത, ജലം പ്രവഹിപ്പിക്കട്ടെ, എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ. പ്രവഹത എന്ന് പറഞ്ഞാൽ അർത്ഥം ഒഴുക്കിക്കളയ, പ്രവഹിപ്പിക്കട്ടെ. യത് കിംച ദുരിതം മയി, എന്തിനാണ് മാറ്റേണ്ടത്? എന്നിലുള്ള ദുരിതങ്ങളെയെല്ലാം ഈ ജലം എന്നിൽ നിന്ന് ഒഴുക്കിക്കളയട്ടെ. യദ്വാഹം അഭിദുദ്രോഹ, ഇനി ഞാൻ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രോഹം, മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോ എന്താണ് ഉണ്ടാവുന്നത്? നമ്മളിലാണ് അതിന്റെ കളങ്കം ഉണ്ടാവുന്നത്. നമ്മൾ ദ്രോഹിക്കുമ്പോ, ഒരാളെ നമ്മൾ ദ്രോഹിച്ചു, ഒരാളെ നമ്മൾ കല്ലെറിഞ്ഞെങ്കിൽ ആ കല്ലെറിയുമ്പോ കല്ലേറ് കൊണ്ട വേദനയെ അയാൾക്കുള്ളൂ. പക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മളിലാണ് എന്തുണ്ടാവുന്നത്? കറ, പാപത്തിന്റെ കറ നമ്മളിലാണ് ഉണ്ടാവുന്നത്. ആ വേദന കുറച്ചു കഴിയുമ്പോ പോകും, അല്ലെ? അയാൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബാമ്പുരുട്ടിയോ എങ്ങനെയും അത് മാറ്റിക്കളയാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എന്തുണ്ടാകുന്നില്ല? നമ്മളിലേറ്റ കറ മാറിക്കളയുന്നില്ല. അപ്പോ മറ്റുള്ളവരെ ഉപദ്രവിച്ചതിന്റെ കറയും നമ്മിൽ നിന്ന് മാറ്റിക്കളയട്ടെ. യദ്വാശേപ ഉദാനൃതം. രണ്ടാമതൊന്ന് പറയാണ്, അഥവാ ഇനി ഏറ്റവും വലിയതായ അപരാധം പറയാണ്. എന്താണത്? യദ്വാശേപ ഉദാനൃതം. അല്ലയോ ഭഗവാനെ, ഇനിയും ഞാൻ എന്തെങ്കിലും അനൃതം, ഋതം സത്യം, അനൃതം അസത്യം, അസത്യത്തെ സത്യമാണെന്ന് ഞാൻ എന്താണ് പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ, അസത്യം സത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യമാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കളങ്കവും എന്നിൽ നിന്ന് മാറ്റിക്കളയട്ടെ എന്നാണ് ആ മന്ത്രത്തിന് അവിടുത്തെ അർത്ഥം. പക്ഷെ ഇതേ മന്ത്രം നമ്മൾ മറ്റൊരു സ്ഥലത്ത് പ്രയോഗിക്കുന്നുണ്ട്. അത് ആളുകളൊക്കെ മരിച്ചു പോയിട്ട് ശവദാഹമൊക്കെ കഴിഞ്ഞ് അസ്ഥി മജ്ജനം ചെയ്യുന്ന സമയത്ത് ഇതേ മന്ത്രം അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ മന്ത്രം അവിടെ എന്താണ്? ഇതം ആപപ്രവഹത, അല്ലെ? ഈ എന്താണ്? ജലം എന്നിൽ നിന്ന് ഒഴുക്കിക്കളയട്ടെ. യത് കിംച ദുരിതം മയി, എന്നിലുള്ള ദുരിതങ്ങൾ ഒഴുക്കിക്കളയട്ടെ എന്ന് പറയുമ്പോ ഈ അസ്ഥിഖണ്ഡത്തിൽ എന്ത് ദുരിതമാണ് ഇരിക്കുന്നത്? അതിന് വല്ല ക്ലേശവും ഉണ്ടോ? ഇല്ല. അവിടെയാണ് ദുരിതം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. ദുരിതം, ദുര് എന്ന് പറഞ്ഞാൽ ദുഷ്ടമായ വിധത്തിൽ. നമ്മൾ ദുർഗന്ധം എന്നൊക്കെ പറയില്ലേ? മോശമായ ഗന്ധം, ദുർഗന്ധം, അല്ലെ? ദുർഗമമായ വഴികൾ, മോശമായ വിധത്തിൽ മാത്രം കഷ്ടപ്പെട്ട് പോകാവുന്ന വഴികളാണ് ദുർഗമമായ വഴികൾ. അപ്പൊ എന്ന് പറഞ്ഞാൽ മോശമായ എന്നർത്ഥം. ഇതം എന്ന പദത്തിന് എന്താ അർത്ഥം? ഈ ധാതുവിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിയൽ ഫോമാണ് ഇതം എന്നർത്ഥം. ഈ ധാതുവിന് എന്താർത്ഥം? ടു ഗോ എന്നാണ് അർത്ഥം. അപ്പൊ ഇതം എന്നുള്ളതിന് എന്താ അർത്ഥം? ഗോൺ എന്നാണ് അർത്ഥം. ഗോൺ, പോയത് എന്നാണ് അർത്ഥം, അല്ലെ? വിപരീതം, എതിർദിശയിലേക്ക് പോയ അർത്ഥം. വിപരീതം, എതിർദിശയിലേക്ക് പോയത്, അല്ലെ? പരേതൻ, പരത്തിലേക്ക് ഇതനായവൻ, പരലോകത്തിലേക്ക് പോയവൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്? പരേതൻ എന്ന് പറയുന്നത്. അപ്പൊ സമേതൻ, സമം കൂടെ, സമേതൻ കൂടെ പോയവൻ, ഭാര്യാസമേതൻ ഭാര്യയോടൊപ്പം കൂടെ പോയവൻ എന്നൊക്കെ അർത്ഥം ഇതം എന്നുള്ളതിന്. അപ്പൊ ഇതം എന്ന പദം പോയത് എന്ന അർത്ഥത്തിൽ നമ്മൾ എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പൊ ദുരിതം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ദുഷ്ടമായ വിധത്തിൽ പോയത് എന്നർത്ഥം, അല്ലാതെ എന്തല്ല ക്ലേശമെന്ന് അല്ല. അപ്പോ ഞാൻ ഏതെങ്കിലും ദുർമാർഗഗമനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ, അപ്പൊ ഈ അസ്ഥി, നമ്മൾ ആ അസ്ഥി ആരുടേതാണോ ആ ആളുടെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഏതെങ്കിലും വിധത്തിലുള്ളതായ ദുർമാർഗഗമനം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപക്കറയും ഈ ജലം എന്നിൽ നിന്ന് ഒഴുക്കിക്കളയട്ടെ എന്നാണ് നമ്മൾ എന്താണ് അന്ത്യേഷ്ടിയുടെ ഭാഗമായിട്ട് അഥവാ അസ്ഥി മജ്ജനം ചെയ്യാൻ സമയത്ത് നമ്മൾ ഈ മന്ത്രം പ്രയോഗിക്കുന്നതിന് അർത്ഥം. അപ്പോ ദുരിതങ്ങളെ മാറ്റിക്കളയട്ടെ എന്ന് ഇവിടെയും പ്രസക്തമാണ്. എന്റെ ദുർമാർഗഗമനങ്ങൾ, അതിന്റെ പാപക്കറകൾ മാറ്റട്ടെ, അങ്ങനെയുള്ള ആ പ്രവണതയും എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ. ഇപ്പൊ നമ്മൾ തന്നെ സ്വയം ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മന്ത്രം കൂടെയാണ് ഇത്.
എന്ന് എടുക്കണം. ഒരു ശ്ലോകമാണിത്. പക്ഷെ മനനം ചെയ്യുന്നവനെ ത്രാണം ചെയ്യുന്നത് മന്ത്രമാണ്, അല്ലെ? മനനം കൊണ്ട് ത്രാണം ചെയ്യുന്നതാണ് മന്ത്രം. അപ്പോൾ ഈ ശ്ലോകം എന്താകണം? ഒരു മന്ത്രമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പൊ നമ്മൾ ചെയ്ത ദുരിതങ്ങളെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവണതകളെ, ദുഷ്പ്രവണതകളെ, ദുർമാർഗഗമനത്തിൽ നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ദുർമാർഗഗമനങ്ങൾ നമ്മൾ ചെയ്യുന്നത്, അരുതാത്തത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ദുരിതങ്ങളാണ് എന്ന് ഓർക്കുക. ആ ദുരിതങ്ങളെ, അതിനുള്ളതായ പ്രവണതകളെയും ഉന്മൂലനം ചെയ്യുന്നവനാണ് ഈ ദേവൻ. ആ ദേവനെ കുറിച്ച് ഓർത്താൽ മതി. അപ്പോൾ തന്നെ എന്തായി തീർന്നു? മറ്റൊരാളുടെ ദോഷത്തെക്കുറിച്ച് നമ്മൾ പറയാതെ അയാളുടെ ഗുണമാകുന്ന ആ ഇന്ദുകലയെ നമ്മൾ നമ്മുടെ ശിരസിൽ അണിയുക. ആ അയാളുടെ ദോഷത്തെ നമ്മൾ നമ്മളിൽ ഒതുക്കുക. അത് അയാളോട് മാത്രം പറയുക, ഡോ എനിക്ക് ഇങ്ങനെയുള്ള ദോഷം കേട്ടോ, ഇത് മാറ്റാൻ താൻ എത്ര നല്ല മനുഷ്യനാണോ. ഓരോരുത്തരെയും കണ്ടാൽ നമുക്കറിയാം അവരിലുള്ളതായ ദുഷ്പ്രവണതകളെ മാറ്റിയാൽ അവരാരായിത്തീരുന്നു? നല്ല മനുഷ്യരായിത്തീരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ ഉദ്ഘോഷിക്കുകയല്ല വേണ്ടത്, അവരിലെ ഗുണങ്ങളെ നമ്മൾ പറയുക. പലപ്പോഴും നമ്മൾ ചെയ്യാറില്ലേ, ഇത്ര നല്ലൊരു കുട്ടിയാണ് ഇവൻ. കുട്ടികളുടെ നല്ല ഗുണങ്ങൾ എടുത്തു പറഞ്ഞാൽ അവർക്ക് അതിനെന്തുണ്ടാവും? പ്രോത്സാഹനം ഉണ്ടാകും. ഈ ഒരു പാഠമാണ് ശരിക്ക് ശനി പരമേശ്വരൻ നമുക്ക് തരുന്നത്, അല്ലേ? സൈക്കോളജിക്കലാണ് അതെന്ന് ആലോചിച്ച് നോക്കുക. വളരെ സൈക്കോളജിക്കലാ. ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുക, ദോഷങ്ങളെ ഉള്ളിലൊതുക്കുക. അത് അവർക്ക് മാത്രം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്താൽ എന്തിനെ സാധിക്കും? നമുക്ക് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മഹത്വം അതിലൂടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? നല്ലത് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ നല്ല വശം പറഞ്ഞു തരും. എന്നൊരാളെ കുറിച്ച് ജനത്തിന് ബോധ്യമുണ്ടെങ്കിൽ എത്രയോ നന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആലുവ ക്ഷേത്രത്തിൽ നിരുപമമായിട്ടുള്ള ചിത്സ്വരൂപമായി വർത്തിക്കുന്ന ദേവൻ, പെരിയാർ എന്ന നദി ഗംഗാ നദിയോട് മത്സരിച്ചിട്ട് ആദ്യമേ തന്നെ ഏതൊരു ദേവന്റെ ശിരസിൽ ആരോഹണം ചെയ്ത് അവിടെ നിന്നിറങ്ങി വന്ന് ഈ ദേശത്തുകൂടെ പ്രവഹിക്കുന്നുവോ എന്ന് തോന്നുമാറ് വർത്തിക്കുന്നുവോ, അങ്ങനെയുള്ള ആ ദേവൻ നിരതിശയമായിട്ടുള്ള സത്താസ്ഫൂർത്തിയെ ആരാധകന്, ഉപാസകന് മുന്നിൽ തുറന്നു കൊടുക്കുന്നവനായ ആ ദേവൻ, അങ്ങനെയുള്ള ശങ്കര ഭഗവാൻ എന്നിലെ എല്ലാ ദുരിതങ്ങളെയും നീക്കിക്കളഞ്ഞു, എന്നിലെ ക്ലേശങ്ങളെ നീക്കിക്കളഞ്ഞു, എന്റെ ദുർമാർഗഗമനത്തിനുള്ള പ്രവണതകളെ എന്നിൽ നിന്ന് ദൂരീകരിച്ചും. അങ്ങനെയാണ് അർത്ഥം പറയുമ്പോ എന്തു വേണ്ടി വരും? ശരിയായ അർത്ഥത്തിലേക്ക് വരുമ്പോൾ എന്തു വേണ്ടി വരും? ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ പറയേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒറ്റ ഭാഗം മാത്രം എടുത്തു വെച്ചാൽ എന്താകില്ല? പൂർണ്ണമാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നത്. ക്ലേശജാലം എന്ന് പ്രയോഗിക്കാതെ ദുരിതജാലം എന്ന് പറയുന്നത്. ഈ അർത്ഥമെല്ലാം അവിടെ സ്ഫുരിക്കണം. അങ്ങനെയുള്ള അപ്പൊ ആ ദേവൻ എന്നിലെ ക്ലേശങ്ങളെ ദൂരീകരിച്ചും ദുർമാർഗഗമനത്തിനുള്ള എന്റെ പ്രവണതയെ നീക്കിക്കളഞ്ഞും എനിക്ക് ആനന്ദം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഞാനൊന്നും കൂടെ ചൊല്ലാം. ആനന്ദായ ആലുവാക്ഷേത്രക നിരുപമ ചിദ്രൂപകോ മേസ്തു ശംഭു ചൂർണ്യാഹ്വാ ആരുഹ്യമൂർധ്നാവോ യദൈഹകളതി സ്വർധുനീ സ്പർദ്ധിനീവ സത്താസ്ഫൂർത്തി പ്രദത്വേന ഹി സമചിത് പ്രാണനാടിന്ദമോയ സർവാത്മാ ശങ്കരോയം സകല ദുരിതജാതം മമുന്മൂലയൻ അസ്തു. നമസ്കാരം. ഇനി നമുക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ പറയാം. പറ്റുന്നത് പോലെ ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കാം. ഒരു സംശയം, അവസാനം മമോന്മൂലയൻ പ്രാക്ക് പറഞ്ഞ പ്രാക്ക് എന്താണ്? അത് തീരെ അറിയില്ലാത്തതുകൊണ്ടുള്ള ചോദ്യമാണോ അത്? അവസാനം മമോന്മൂലയൻ പ്രാക്ക്, ഉന്മൂലയൻ പ്രാക്ക്. പ്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുൻപ് എന്നർത്ഥം. പ്രീ, ഇംഗ്ലീഷിലെ പ്രിയാണ്, സംസ്കൃതത്തിലെ പ്രാക്ക്. അപ്പോ എന്റെ ആദ്യമേ തന്നെ എന്റെ ദുരിതങ്ങളെ നീക്കിക്കളഞ്ഞ് എനിക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യട്ടെ.
അപ്പൊ എനിക്ക് ആനന്ദം ലഭിക്കാനുള്ള ഒരു ഭൂമിക അവിടെ ഉണ്ടാക്കുകയാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട്. ആദ്യം തന്നെ എന്നിലെ ദുരിതങ്ങളെ നീക്കിക്കളയുക, എന്നിട്ട് ആനന്ദത്തെ പ്രദാനം ചെയ്യുക. അപ്പൊ എന്നിലുള്ള ക്ലേശങ്ങളെ നീക്കുക, അതോടൊപ്പം തന്നെ എന്താണ്, ക്ലേശത്തിലേക്ക് നീങ്ങാനുള്ള എന്റെ പ്രവണതകളെയും നീക്കിക്കളയുക, എന്നിട്ട് എനിക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യട്ടെ. ചൂർണി നദിയെ പറ്റി അങ്ങനെ ഒരു ഇത് പറഞ്ഞല്ലോ, ആദ്യമേ ജടാകലാപത്തിലിരിക്കുന്നതായിട്ട്. അപ്പൊ അതും ഒരു അവസ്ഥയാണല്ലോ. അതെ 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 അതെ, പ്രാക്ക് തന്നെ മുൻപ്. ഈ പദങ്ങള് പല പദങ്ങളും പലയിടത്തേക്കും അന്വയിക്കാൻ പറ്റും, പലയിടത്തേക്കും അതെടുത്ത് അന്വയിക്കാൻ പറ്റും. പ്രാക്ക് എന്ന് പറയുമ്പോൾ മുൻപ് തന്നെ ആരോഹണം ചെയ്തിട്ട് എന്നർത്ഥത്തിലും ആദ്യമേ ഇതിനെ നീക്കിക്കളഞ്ഞിട്ടും അവിടെ നമുക്ക് അതാണ്. അത് നമ്മൾ വീണ്ടും അതിന്റെ ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള വശത്തിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ഈ പദങ്ങൾ പലയിടത്തും പ്രയോഗിക്കേണ്ടി വരുന്നത്. അതായത് ആനന്ദം ലഭിക്കണമെങ്കിൽ എന്ത് വേണം, അതിനുള്ള യോഗ്യത നമുക്ക് വേണം ആദ്യം. അപ്പൊ ആദ്യം തന്നെ ഇത് ക്ലീൻ ചെയ്തിട്ടാണ് അല്ലെ ഈശ്വരാനുഗ്രഹം, ദുരിതങ്ങളൊക്കെ മാറ്റി കഴിയുമ്പോഴാണ് അതിനുള്ള ഇത് യോഗ്യത വരുന്നത്. ആദ്യം തന്നെ എന്റെ പ്രവൃത്തിയുണ്ട്. എനിക്ക് പാത്രത്വം വരണമെങ്കിൽ എന്ത് വേണം, പാത്രത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പാത്രത്വം നൽകണമെങ്കിൽ ഇന്ന് നമുക്ക് എന്താണ്, നമ്മളുടെ ദുരിതങ്ങളൊക്കെ മാറ്റി വീണ്ടും നമ്മൾ അതിലേക്ക് എടുത്ത് ചാടണമെങ്കിലോ, ആ ചീത്ത കുണ്ടിലേക്കാണ് നമ്മൾ എടുത്ത് ചാടുന്നെങ്കിലോ. അപ്പൊ അത് പാട്ടെ പാത്രത്വം വരികയാണ്. പാത്രത്വം എന്ന് പറയുമ്പോ പാത്രത്വത്തെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. പാത്രത്തിൽ വേണമല്ലോ വിളമ്പാനല്ലേ, അത് വേണം. അല്ലെ, ദ്രോണര് ഏകലവ്യന്റെ വിരല് മുറിപ്പിച്ചത് പാത്രത്വം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ. അസ്ത്രവിദ്യ പഠിച്ചു, നല്ല അസ്ത്രവിദ്യ. പക്ഷെ അത് എന്തിനാണ് പ്രയോഗിച്ചത്? ഒരു പട്ടിയുടെ വായിലേക്ക് 7 അമ്പ് പ്രയോഗിച്ചപ്പോ ഇവന് ഈ അസ്ത്രവിദ്യ കൊണ്ടു നടക്കാൻ ഇവന് യോഗ്യതയില്ല. ഒരു മനുഷ്യൻ ഇവനോട് പിണങ്ങിയാലത്തെ സ്ഥിതി എന്താണ്? ഒരു പട്ടി കുരയ്ക്കാന്നുള്ള പട്ടിയുടെ ധർമ്മം. പട്ടി അയാളെ കടിക്കാൻ പോയിട്ടില്ല അല്ലേ. ഒരു വികൃത രൂപം കണ്ടപ്പോ പട്ടി കുറച്ചതേ ഉള്ളൂ. ആകെ കൂടി തലയും താടിയും ഒക്കെ നീട്ടി രൂപം കണ്ടപ്പോ പട്ടി കുറച്ചത്. അപ്പോഴതിന്റെ വായിലേക്ക് 7 അമ്പ്. ഒരു ശസ്ത്രം കൊണ്ട് അതിന്റെ ശിരസ് തെറിപ്പിച്ച് കളഞ്ഞാലും എന്തുണ്ടാകില്ലായിരുന്നു, ഇങ്ങനെ ശോചനീയമായ ഒരു അവസ്ഥ അതിന് വരില്ലായിരുന്നു. പാത്രത്വമില്ല, മുറിക്കുക അതിന്റെ വിരൽ. നിനക്ക് ഈ അസ്ത്രവിദ്യ നിനക്ക് ചേർന്നതല്ല എന്നാണ്. അപ്പൊ ആദ്യം തന്നെ പാത്രത്വം വരണം, എന്നിട്ട് വേണം അനുഗ്രഹം പ്രദാനം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഈ പ്രാക്ക് എവിടെയും അന്വയിക്കാവുന്ന. ചേട്ടാ, ഒരു സംശയം ചോദിക്കട്ടെ? തീർച്ചയായിട്ടും സാറേ, വളരെ വളരെ സന്തോഷം. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ആ രണ്ടാമത്തെ പാദത്തില് ഗലതിയും ഗളതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 2 പദങ്ങളില്ലേ, ഗലതി. അതിലെ ഗലതി എന്ന് പറഞ്ഞാല് ലൗകികാർത്ഥത്തിൽ എനിക്ക് അറിയാവുന്നത് കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഗലതി പറയാറുണ്ട് അല്ലേ? അത് ഗള തന്നെ, അതുകൊണ്ടാണ് കഴുത്ത് തന്നെ പറയുന്നത്, ഗളം. അതെ, പിന്നെ വിഴുങ്ങുന്നതിനും ഗളതി എന്ന് പറയും അല്ലേ, രണ്ടും. അതെ, അതുകൊണ്ടാണ് ഈ കഴുത്തിനെ ഗളം എന്നും പറയുന്നത്. ഇതിലൂടെയാണ് എന്താണ് ഗളതി എന്ന് പറയുന്നത്. ഗല ശബ്ദത്തിന് അർത്ഥം എന്താണ്, വിഴുങ്ങുക എന്ന് തന്നെയാണ് അല്ലെ. ഗലയുണ്ട്, ഗിലയുണ്ട്. തിമിംഗിലം തിമി എന്ന് പറഞ്ഞ ചെറിയ മീനുകളാ. ചെറിയ മീനുകളെ വിഴുങ്ങുന്നത് കൊണ്ടാണ് തിമിംഗലം എന്ന് പറയുന്നത്. അപ്പൊ ഗിലയുണ്ട്. പക്ഷെ ഇവിടെ അത് ആവർത്തനം വന്നതാണ്. യഥ ഇഹ ഗളതി സ്വർധുനി സ്പർദിനീവ എന്ന് ആവർത്തനം വന്നുപോയതാ. ആണോ? അത് ചൊല്ലുമ്പോ അറിയാം, ചൂർണ്യാഹ്വ ആരുഹ്യമൂർധനോ യഥ ഇഹ ഗളതി സ്വർധുനി സ്പർദിനീവ. അതൊരു ആവർത്തനം അവിടെ വന്നുപോയതാണ്. ഞാൻ സംശയം ചോദിക്കാൻ കാരണം ഒന്ന് ഗളതി മറ്റേ ഗളതി എന്നുമായത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മലയാളത്തിന്റെ ഉച്ചാരണമാണ് ഗളതി. കാരണം സംസ്കൃതത്തില് ദേവനാഗിരിയിൽ ലായ് ഉണ്ട് കേട്ടോ. അഗ്നികളെ പുരോഹിതങ്ങളെ ദായ്ക്ക് പകരം ലാ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഒരേ പദമാണെന്നുള്ള അറിയാൻ വെച്ചു. ഒന്ന് തന്നെയാണ് ഇവിടെ. പിന്നെ ദുരിതജാതം എന്നാണോ സാറേ, അതോ ദുരിതജാലം എന്നാണോ ഇവിടെ? സാർ മ്യൂട്ടില്ല സാറ്. ദുരിതജാതം എന്ന് തന്നെയാണ്. ദുരിതജാതങ്ങൾ എന്ന് പറഞ്ഞാൽ
ദുരിതങ്ങളുടെ സമൂഹ ദുരിതത്തിൽ നിന്നുണ്ടായത് എന്നൊക്കെ അർത്ഥം അതിനുണ്ട്. ശരി. വേറെ ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും നിവർത്തീകരിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രഭാഷണം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സാറിന്റെ ഓരോ പ്രഭാഷണങ്ങളും നമ്മളിലെ ആവൃത്തി മാറ്റി നമ്മെ നിർവൃതിയിലേക്ക് എത്തിക്കുന്നതിന് പര്യാപ്തങ്ങളാണ്. ഓരോ പ്രഭാഷണങ്ങളും ഓരോ ശ്ലോകത്തിനും ഇത്രമാത്രം വിശദമായ വ്യാഖ്യാനം നൽകി ഒരുപക്ഷെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ശ്ലോകങ്ങൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പുസ്തക രൂപത്തിൽ നമുക്ക് ഈ ദിവ്യക്ഷേത്രാദർശ താമസിയാതെ ഒരു ഒബ്സർവേഷൻ കൂടെ ഞാൻ നിർത്തുകയാണ്, ക്ഷമിക്കണം. ഞാൻ സാറ് തന്നെ എഴുതിയ ശ്രീകണ്ഠ അമൃത ലഹരിയുടെ ഒരു ശ്ലോകം സ്വാമികൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ വാക്കുകള് വളരെ കട്ടിയാണ്, പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നതാണ്, എങ്കിലും അത് മനസ്സിലായി കഴിയുമ്പോൾ എന്നോട് നിങ്ങൾ ക്ഷമിക്കുമല്ലോ എന്നുള്ള രീതിയിലൊരു രണ്ടാമത്തെ ശ്ലോകമാണ്. അത് ഞാനിപ്പോൾ വായിക്കാൻ പോയാൽ സമയം എടുക്കും. അതേ ഉദ്ദേശമാണ്. ഇപ്പൊ ഏത് ശ്ലോകം അങ്ങനെ എടുത്താലും മനസ്സിലാക്കാൻ വായിക്കുന്നവർക്ക് വളരെ പ്രയാസമാണ്. പക്ഷെ അതിൽ കൂടെ മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് എന്ന് പറയും. അതാ ഞാനിപ്പോ ഓർത്തത്. സാറിന്റെ തന്നെ അന്വയവും അർത്ഥവും എല്ലാം ഉള്ള ബുക്ക് എനിക്ക് ഗോപിച്ചേട്ടൻ അയച്ചു തന്നെ. അതിപ്പം യാദൃശ്യമായിട്ട് ഞാൻ എടുത്ത് നോക്കുകയായിരുന്നു. ശരിയാണ്. അത് 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 തീർത്ഥപാദരുടെ കഴിവാ. അത് തീർത്ഥപാദർ ആ വിധത്തിലുള്ള പദങ്ങളെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പദം അത് നമ്മൾ വേദം തന്നെ പറയുന്നുണ്ട്, പദങ്ങൾ എങ്ങനെ പ്രയോഗിക്കണമെന്നുള്ളത്. എല്ലാ പദവും എല്ലായിടത്തേക്കും പറ്റിയതല്ല. അപ്പൊ അത് അവിടെ വേദം പറയുന്നത് സക്തുമിവ തിതയുനാ പുനന്തോ എത്ര ധീരാ മനസാ വാചമക്രത ഭദ്രൈഷാം ലക്ഷ്മീഹി നിഹിതാദിവാജി എന്ന് ഋഗ്വേദം പറയുന്നുണ്ട്. വേദം ഞാൻ മുമ്പേ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. വേദം വെറും ദുർഗ്രഹങ്ങളായ കുറെ മന്ത്രങ്ങളല്ല, നമ്മുടെ സാധാരണ ജീവിതത്തിൽ പകർത്തേണ്ട നിരവധി കാര്യങ്ങളാണ്, ആശയങ്ങളാണ് വേദം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അവിടെ പദം സാഹിത്യ സൃഷ്ടിയിൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് പദങ്ങളെ പ്രയോഗിക്കേണ്ടതെന്നാണ്. അരിപ്പ കൊണ്ട് അരിച്ച് സക്തുമിവ തിതയുന പുനന്തഹ. മലർപ്പൊടി തന്നെ എടുത്ത് അരിപ്പ കൊണ്ട് അരിച്ച് അതിലെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ അതിലെ വേണ്ടാത്ത ഭാഗങ്ങൾ മാറ്റിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതുപോലെ ആയിരിക്കണം അത്രേ സാഹിത്യം. അപ്പൊ നിരവധി പദങ്ങൾ, ഒരു അർത്ഥത്തെ പറയാൻ നിരവധി പദങ്ങളുണ്ട്. അപ്പൊ പദാർത്ഥങ്ങൾ, ആ പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, അവലോകനം ചെയ്യണം. എന്നിട്ട് ഏറ്റവും ചേർന്ന പദത്തെ മാത്രം, അപ്പൊ അതിങ്ങനെ എടുത്ത് പദങ്ങളെ എടുത്ത് അരിപ്പയിലിട്ടായിരിക്കണം അത്രേ. അങ്ങനെ അരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, പശ്ചാത്തലത്തെ മാറ്റി ഏറ്റവും യുക്തതമമായതിന് ഇതിൽ പ്രയോഗിക്കണം. അങ്ങനെ ചെയ്യുന്നവരുടെ വാക്യം ഭദ്രൈഷാം ലക്ഷ്മീഹി നിഹിതാദിവാജി, അവരുടെ വാക്കുകളിൽ ഭദ്രയായ ഐശ്വര്യ ലക്ഷ്മി നിവസിക്കുന്നു. വലിയതായ എന്താണ്, അതിനകത്ത് നൂതനമായിട്ടുള്ള ആശയത്തെ പ്രദാനം ചെയ്യുന്ന ആനന്ദപ്രദായിയായ ആ ഐശ്വര്യം അതിൽ കുടികൊള്ളുന്നു എന്ന് വേദം പറയുന്നു. അത് മനസ്സിലാക്കി പ്രയോഗിച്ച ഒരു മഹാനുഭാവനാണ് തീർത്ഥപാദ സ്വാമികൾ. അതാണ് ഈ പദങ്ങൾ ഇങ്ങനെ വരുന്നത്. അടുത്ത ആഴ്ച നമ്മള് നാരായണീയം ഇതിന്റെ സമാപിക്കുകയാണ്. നമ്മൾ ഓരോ ദശകം വെച്ച് വായിച്ചു കഴിഞ്ഞാൽ 2.5 വർഷത്തോളം നമ്മളത് തുടർന്ന് പോന്നിരുന്നു. ഇടയ്ക്ക് വേനൽക്കാലത്ത് കർക്കിടക മാസ സമയത്ത് നമ്മൾ രാമായണ പാരായണ സമയത്ത് നമ്മൾ ഇത് തുടരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് നാട്ടിൽ വെള്ളിയാഴ്ച 12, 13 തീയതികളിലായിട്ട് നമ്മൾ 100ാമത്തെ ദശകം വായിച്ച് സമാപിപ്പിക്കും. അപ്പോൾ രാവിലെ 6:30 മണി. അത് ആ ദിവസം സാറ് നാരായണത്തെ കുറിച്ച് നമ്മളുടെ ആവശ്യപ്രകാരം അതിന്റെ ശില്പഭംഗി, അതിന്റെ സാഹിത്യം, ഇതെല്ലാം അനിതര സാധാരണമായിട്ടുള്ള ഒന്നാണ്. മറ്റെങ്ങും സംസ്കൃത സാഹിത്യത്തിൽ ഏറ്റവും ഉത്തമമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്ന പല ദശകങ്ങളും അതിനകത്ത് ഉണ്ട്.
ഒരിക്കൽ ബിജു വിശ്വംഭരൻ നായർ സാറിന്റെ ഭാഷണം കേട്ടപ്പോൾ ഇടയായി. അഥവാരിണി ഘോരതരം പണിനം പ്രതിവാരയിതും തുടർന്ന് പോകുന്നു. ഓർമ്മയിൽ വരുന്നില്ല പെട്ടെന്ന്. അപ്പൊ ഇതുപോലെ അനേകം ദശകങ്ങളാണ് പ്രതിവാരയിതും കൃതധീർ ഭഗവാൻ ഭഗവൻ ധൃതമാരിത തീരക നീപതരും വിഷമാരുത ശോഷിത പർണചയം. ഇതാണ് കാളിയമർദ്ദനത്തിലെ പദങ്ങൾ അവിടെ നൃത്തം ചെയ്യുന്ന പോലെയാണ് നമുക്ക് അനുഭൂതി നമുക്ക് പകർന്നു തരുന്നത്. ഇത് ഈ തരത്തിലുള്ള പല കാര്യങ്ങളും ദ്രുത വിളമ്പിതം അത് അങ്ങനെയുള്ള ഒരു ഇതല്ലേ നൃത്തം. അപ്പൊ ഇത് തീർച്ചയായിട്ടും എല്ലാവരും അതിന് സന്നിഹിതരാകുക, മറ്റുള്ളവരെ അറിയിക്കുക. നമ്മൾ അതിനുള്ള അറിയിപ്പ് നേരത്തെ നൽകുന്നതാണ്. അപ്പം അതോടുകൂടി നമുക്ക് അതുപോലെ ആദ്യം നമ്മള് അത് ചൊല്ലിയിട്ട് അല്ലെ, അത് കഴിഞ്ഞിട്ട് സാറിന്റെ പ്രഭാഷണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂഷ്വലായിട്ടുള്ള നമ്മൾ പാരായണം ചെയ്യുക. അതിന്റെ മലയാള തർജ്ജിമ ഡോക്ടർ സുകുമാർ ചെയ്തിട്ടുള്ളത് നമ്മൾ പാരായണം ചെയ്യുക. സുകുമാരന് തന്നെ ഈ പുസ്തകം നമുക്ക് ഇംഗ്ലീഷിലും അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇത് വരും തലമുറയ്ക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗ്രന്ഥമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് മലയാളം അറിയാൻ കഴിയാത്തവർക്ക്, സംസ്കൃതം അറിയാൻ കഴിയാത്തവർക്ക് ഈ പുസ്തകം വളരെയേറെ പ്രയോജനപ്പെടും. വരും തലമുറയ്ക്ക് ഇത് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഇംഗ്ലീഷ് വിവർത്തനം. കൂടുതലായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വേറെ ഒന്നും ആർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് നിർത്താം. സാറിന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. രാധേ. നിർവാണ ഷഡ്കം. ഓം ഗുരുഭ്യോ നമഃ. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ശ്രോത്ര ജിഹ്വേ ന ഘ്രാണ നേത്രേ ന വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസഞ്ജോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദഃ പിതാ നൈവ മേ നൈവ മാതാ ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തേർന മേയ
ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ. ഓം ഗുരുഭ്യോ നമഃ.